രാജ്യത്തെ നടുക്കിയ ഹണിമൂൺ കൊലപാതകത്തിൽ ഏക ദൃക്സാക്ഷിയുടെ മൊഴിയാണ് സോനം രഘുവൻഷിയെ കുടുക്കിയത്. രാജയെ കൊലപ്പെടുത്താൻ തിരഞ്ഞെടുത്ത രീതിയും പുറത്തുവന്നു. കേസിലെ 4 പ്രതികളെയും ഷില്ലോങ്ങിൽ എത്തിച്ച ശേഷം വിശദമായ തെളിവെടുപ്പിലേക്ക് നീങ്ങാനാണ് പോലീസ് നടപടി. മധുവിധുവിനിടയിലുള്ള കൊലപാതകം തെളിയിക്കാൻ 120 ഉദ്യോഗസ്ഥരടങ്ങിയ പോലീസ് സംഘമാണ് കച്ച കെട്ടിയിറങ്ങിയത്. അന്വേഷണത്തിന് ഓപ്പറേഷൻ ഹണിമൂൺ എന്ന പേര് നൽകി. ഏകദേശ ചിത്രം തെളിഞ്ഞ് 5 ദിവസത്തിനകം പ്രതികളെല്ലാവരും പിടിയിലായി. ഏക ദൃക്സാക്ഷി മൊഴിയും ഡിജിറ്റൽ തെളിവുകളും സോനം രഘുവൻഷിയിലേക്ക് പോലീസിനെ എത്തിച്ചു. സോഹ്രയിലെ ടൂറിസ്റ്റ് ഗൈഡായി പ്രവർത്തിക്കുന്നയാളാണ് ആൽബർട്ട്. മെയ് 23-ന്, അതായത് രാജയുടെ അതിക്രൂരവും വഞ്ചനയും നിറഞ്ഞ കൊലപാതകം നടന്ന ദിവസം അയാളാണ് ദമ്പതികളെ അവസാനമായി കണ്ടത്. ഹിന്ദി സംസാരിക്കുന്ന തദ്ദേശീയരല്ലാത്ത മറ്റു 3 പേർ കൂടെ ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു. കേസിൽ സോനത്തിനൊപ്പം പിടിയിലായവരെയാണ് അന്ന് ആൽബർട്ട് കണ്ടത്. എല്ലാവരുടെയും ടവർ ലൊക്കേഷൻ കൃത്യം നടന്ന സ്ഥലവുമായി മാച്ച് ചെയ്തതാണ്. സോനത്തിന്റെ കാമുകൻ രാജ് കുഷ്വാഹയുടേതാണ് കൊലപാതകത്തിന്റെ മാസ്റ്റർ പ്ലാൻ. രാജും സോനവും തമ്മിലുള്ള ചാറ്റുകളും പോലീസ് ഇതിനോടകം വീണ്ടെടുത്തിട്ടുണ്ട്. കൊലപാതകം നടത്തേണ്ട വെയ് സബ്ഡോങ് വെള്ളച്ചാട്ടമുള്ള സ്ഥലത്തിന്റെ ലൈവ് ലൊക്കേഷൻ സോനമാണ് കാമുകന് അയച്ചു നൽകിയത്. 10 ലക്ഷം രൂപ വിലമതിക്കുന്ന സ്വർണം രാജ രഘുവൻഷിയുടെ മൃതശരീരത്തിൽ നിന്ന് കാണാതായെന്ന വിവരം പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ആൽബർട്ടിന്റെ വിശദമായ മൊഴിയാണ് സോനം തിരോധാന കേസിൽ നിന്ന് കൊലക്കേസ് പ്രതിയെ തേടിയുള്ള അന്വേഷണത്തിലേക്ക് പോലീസിനെ എത്തിച്ചത്. തലയ്ക്ക് മാരകമായ അടിയേറ്റാണ് രാജ കൊല്ലപ്പെട്ടത് എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട്. അടിയേറ്റ രാജയെ തള്ളിയിട്ടത് സോനമാണെന്ന് പോലീസ് പറയുന്നു. കല്യാണത്തിന് മുന്നേ തന്നെ വിധവയാകാനുള്ള പദ്ധതി സോനം തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. തനിക്ക് മയക്കുമരുന്ന് നൽകിയെന്നും ഒന്നും ഓർമ്മയില്ല എന്നും പ്രതി സോനം ഇപ്പോഴും പോലീസിനോട് ആവർത്തിക്കുന്നുണ്ട്. മെഡിക്കൽ പരിശോധന പൂർത്തിയാക്കി ഇവരെ ഷില്ലോങ്ങിൽ എത്തിച്ചു. ഇനി വിശദമായ തെളിവെടുപ്പും ചോദ്യം ചെയ്യലുമാണ്. കൂട്ടുപ്രതികളെ നാളെ ഷില്ലോങ്ങിൽ എത്തിക്കും. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.